ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശനിയാഴ്ച, ഇന്ന് വൈകുന്നേരത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ഹായ്. ഞങ്ങളിതാ മയിലാടും കുന്നിലേക്ക് പോവുകയാണ്. അനിയൻ്റെ കൂടെയാണിതാ, മക്കളും ഉണ്ട്. കുറേ കാലം വിചാരിക്കുന്നു മയിലാടും കുന്നൊന്നും കാണണമെന്ന്, ഇതുവരെ കണ്ടില്ല. അപ്പോൾ ഒന്ന് പോയി വരാം. ഇതാ നമ്മൾ മയിലാടും കുന്നിലേക്ക് പോവുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ വെള്ളിയറമ്പാണ് സ്ഥലം. ഞാനിതുവരെ പോയിട്ടില്ല. കുറേ കാലത്തൊരാഗ്രഹമാണ്. എല്ലാവരും ഇങ്ങനെ സ്റ്റാറ്റസും സ്റ്റോറിയും ചില വ്ളോഗർമാരുടെ വീഡിയോസൊക്കെ കാണാം മയിലാടും കുന്നിൻ്റെ എല്ലാം. അപ്പോൾ അത് കാണാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്ന് അതിനൊരു ചാൻസ് കിട്ടിയപ്പം ഒന്ന് പോകാമെന്ന് കരുതി. ഇത് നമ്മുടെ നാടൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറ്റിക്കാട്ടൂർ നാടാണ്, നമ്മുടെ സ്വന്തം കുറ്റിക്കാട്ടൂരെത്തി. അങ്ങനെ വണ്ടിയിൽ ഞങ്ങൾ സ്പീഡിൽ പോവാണ്. നല്ല വൈകുന്നേരമായിട്ടാണ് പോയത്. ഒരു 5 മണിയാകുമ്പോഴാണ് പോയത്. പെട്ടെന്ന് പോയി വരണം. അങ്ങനെ ഞങ്ങളിതാ പോവാണ്. എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ച് പോയ പെൺകുട്ടികൾക്കൊക്കെ അവരുടെ നാട്ടിലേക്ക് വരുമ്പോൾ, ജനിച്ചു വളർന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിതാ പെട്രോളൊക്കെ അടിച്ച്, അനിയനാണ് കൂടെ ഉള്ളത്. ഞാനും കൈലാസും കാശി അനിയനും കൂടിയാണ് പോകുന്നത്. ബൈക്കിലാണ് പോകുന്നത്. ഓട്ടോ വിളിച്ചൊന്നും പോകാൻ കഴിഞ്ഞില്ല. ഓട്ടോ വിളിക്കേണ്ട പറഞ്ഞു. ഞങ്ങൾ ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു. ഒരു വലിയൊരു കുന്നാണ്, മലയാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. കയറി കിട്ടുമെന്നറിയില്ല. എന്നാലും ഒരാഗ്രഹമല്ലേ, പോയി നോക്കാം. പോയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മയിലാടും കുന്ന് കണ്ടിട്ടുള്ളവരും പോയിട്ടുള്ളവർ എക്സ്പീരിയൻസൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. കൂടെ എന്നെ ഒന്ന് ഫോളോയും ചെയ്യാം. ഓക്കെ, ഞങ്ങളങ്ങനെ മയിലാടും കുന്നിലേക്കുള്ള ഒരു ഒരു മലമുകളിലാണ് അമ്പലം ഉള്ളത്. അവിടേക്ക് ഇതാ കയറുകയാണ്. വഴി കുറേ കുഞ്ഞുമക്കൾ ബായിയൊക്കെ പറഞ്ഞു. ഇതാണ് ഒരു വയനാട് ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. വയനാട് ചുരമൊക്കെ അല്ലേ, അതേപോലത്തെ നല്ല രസം, നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. കാരണം നമ്മൾ ഇത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ്. തൊട്ടടുത്തുള്ള സ്ഥലമാണെങ്കിലും എത്ര അടുത്താണെങ്കിലും നമുക്ക് പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്ന് അവനങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി. അങ്ങനെ ഇതാ പോവാണ്. പോകുന്ന വഴിക്ക് പല കഥകളും മക്കൾ ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെ നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അങ്ങനെ ശബ്ദങ്ങളോ വണ്ടിയുടെ ബഹളങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് മലമുകളിലേക്ക് പോകാനുണ്ട്. എല്ലാവരും വെള്ളിയറമ്പ് ഓട്ടോ ഇറങ്ങിയിട്ട് ഒരു 40 രൂപേൻ്റെ ഓട്ടോ ഉണ്ടാവും. ഓട്ടോ കയറിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തുക. അമ്പലത്തിലെത്താനായി നേരെ കാണുന്ന പാർക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പോയി. വണ്ടി പാർക്ക് ചെയ്ത് ഞാനത് അതിൻ്റെ ഫുൾ ഒരു വ്യൂ ആണിത്. അങ്ങനെ പാർക്കിങ്ങിലേക്ക് കയറുകയാണ്. പാർക്കിങ്ങിലേക്ക് കയറി വണ്ടി അനിയൻ അവിടെ പാർക്ക് ചെയ്തു. ഇത് വഴിപാട് കൗണ്ടർ.